ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല അടിപൊളി പശുക്കളുമായിട്ടാണ് നമ്മളെ വീഡിയോ ആരംഭിക്കുന്നത്. നല്ല കിടലൻ HF കടിഞ്ഞൂല് HF ആയിട്ടുള്ള 25 ലിറ്ററിന് മുകളിൽ പാൽ ലഭിക്കുന്ന നല്ല കിടലൻ പശുക്കളെയാണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നമുക്ക് വീഡിയോയിലൂടെ അറിയാം. നല്ലൊരു HF ക്രോസ് ബ്രീഡ് പശുവാണ്. നമുക്കൊരു 25 ലിറ്ററിന് മുകളിൽ പ്രതീക്ഷിക്കാം അല്ലേ സാദിഖ് ഭായ്? അതെ, നല്ല ഫസ്റ്റ് പ്രസവമാണ് പ്രസവിക്കാൻ പോകുന്നത്. 25 ലിറ്ററിന് മുകളിൽ പ്രസവിക്കുക. ബ്രീഡ് നല്ല ബ്രീഡാണ്, HF ക്രോസ് ബ്രീഡാണ്. നല്ല കളറും കാര്യങ്ങളും പ്രായത്തിലും ഉണ്ട്. പല്ല് 2 പല്ല് കിടാരി എന്ന് പറയാം. നല്ല അടിപൊളി പശുവാണ്. മടിയും കാമ്പൊക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് അറിയാം. നല്ല കറുത്ത കാമ്പൊക്കെ ആയിട്ടുള്ള നല്ല കിടിലൻ ഒരു പശുവാണ്. നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ല ആ ഒരു ആരോഗ്യവും കാര്യങ്ങളും ഒക്കെ നമുക്ക് ആ പശുവിനെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നല്ല കാൽപ്പോക്കവും നല്ല ഒരു പശുവാകും ഇത്. ഒരു പ്രസവം, രണ്ടാമത്തെ പ്രസവത്തിലൊക്കെ 29 ലിറ്റർ മാക്സിമം നമുക്ക് പാല് ഇതിൽ കറക്കാൻ പറ്റും. ഇപ്പോൾ 9 മാസം ചെനയാണ്. മാക്സിമം ഒരു 10 ദിവസം പ്രസവിച്ചാൽ നമുക്ക് നല്ല അടിപൊളി പാല് കിട്ടും. നല്ല സ്വഭാവ ഗുണമുള്ള പശുവാണ്. ഫാമുകൾക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള പശുക്കളാണ്. അതുപോലെ വീട്ടിലേക്കാണെങ്കിലും കുഴപ്പമില്ല, നല്ല അടിപൊളി പശുവാണ്. സ്ത്രീകൾക്കൊക്കെ കറക്കാൻ പറ്റുന്ന വേറെ ചവിട്ടോ തൊഴിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അതുപോലെ തന്നെ നല്ല ഐശ്വര്യമുള്ള ഒരു പശുവാണ്. കാണുമ്പോൾ തന്നെ നമുക്ക് വീഡിയോയിലൂടെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. തമിഴ്നാട് പോയി എടുക്കുന്നേക്കാളും ലാഭം കിലോമീറ്റർ, വണ്ടി വാടക എല്ലാം കൂടി നോക്കുമ്പോൾ നമുക്ക് പാലക്കാട് എടുക്കുന്നതാണ് നല്ലത്. നല്ല ബ്രീഡ് പശുക്കൾ അവിടെ കിട്ടുന്ന പോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള പശുക്കൾ നമുക്ക് ഇവിടെയും വാങ്ങിക്കാം. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു HF ക്രോസ് മോഴപ്പശുവാണ്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുമോ സാദിഖ് ഭായ്? HF ക്രോസ് മോഴപ്പശു, കറുപ്പ്, വെള്ളപ്പാണ്ട് കുറവ്. ഇതും 10-25 ലിറ്റർ പാല് കിട്ടുന്ന പശുവാണ്. രണ്ടാമത്തെ പ്രസവമാണ്. നല്ല പശു, ക്വാളിറ്റിയുള്ള പശുവാണ്. മടിയും കാമ്പും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. നല്ല ക്വാളിറ്റിയുള്ള പശു. എന്തായാലും 25 ലിറ്റർ പാല് പ്രതീക്ഷിക്കാം. 25 ലിറ്റർ നമുക്ക് പാല് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു പശുവാണ്. അതെ, ചിലപ്പോൾ ഒരു 2-3 ലിറ്റർ കുറഞ്ഞിരിക്കും, ചിലപ്പോൾ കൂടിയിരിക്കും. അതേപോലെ 9 മാസം ചെനയാണ്. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. മാക്സിമം പോയാൽ 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. നിങ്ങളൊരു കാര്യം, ഞങ്ങൾ ഓപ്പണായിട്ടൊരു കാര്യം പറയാം. പശു നിങ്ങൾക്ക് കച്ചവടമായി കഴിഞ്ഞാൽ പശുവിൻ്റെ 4 കാമ്പും അടിച്ച് പാലടിച്ച് കാണിച്ചു തരും. നിങ്ങൾ കൊണ്ടുപോകുക. പ്രസവം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് കറക്കണ വീഡിയോ എടുക്കുക. അതായത് പ്രസവിച്ച് കഴിഞ്ഞ ഉടനെ പാല് ചുരത്താൻ തുടങ്ങിയ പിന്നെ ഒരു വീഡിയോ എടുക്കുക. വീഡിയോ എടുത്തിട്ട് ഏതെങ്കിലും ഒരു കാമ്പിൽ പാല് വരാതിരിക്കുകയെ പാല് ഇങ്ങനെ തൈര് പോലെ കട്ടിയായിട്ട് വരുന്നുണ്ടെങ്കിൽ ഞങ്ങളെ കൊണ്ട് ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ ആ പശു മാറ്റി നിങ്ങൾക്ക് വേറൊരു നല്ലൊരു പശു തരും. ഇതേപോലെ തന്നെ ഈ പശു പോലെ തന്നെ ഇത് 9 മാസം തന്നെയാണ്. അപ്പുറത്തെ ഒരു പശു ഉണ്ട്, അത് ഒരു 9 മാസം ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന 3 പശുക്കളാണ്. അതായത് നല്ല മടിസെറ്റൊക്കെ ആയിട്ടുള്ള കിടിലനൊരു പശുവാണ്. ഇതൊക്കെ നമ്മൾ പരമാവധി വില കുറച്ചിട്ട് ഇവരിപ്പോൾ ഒരു 1 ലക്ഷത്തിന് മുകളിൽ ചോദിക്കും, 1,20 ചോദിക്കും. നമ്മൾ പരമാവധി വില കുറച്ച് എങ്ങനെ നിങ്ങൾക്ക് എത്രയോ വില കുറച്ച് വാങ്ങിച്ചു തരാൻ പറ്റുമോ ആ രീതിയിൽ നമ്മൾ വാങ്ങിച്ചു തരുന്നതാണ്. ട്രാൻസ്പോർട്ടും കാര്യങ്ങളൊക്കെ ഫുൾ പക്ക സേഫ്റ്റിയോടുള്ള സൗകര്യങ്ങൾ നമുക്ക് വണ്ടികളുണ്ട്, നമ്മൾ ചെയ്തു തരും. HF ക്രോസ് ഈ ബ്രീഡിന് പറ്റിയ സെമൻ തന്നെയാണ് ഇതിൽ കുത്തിവെച്ചിട്ടുള്ളതും. അത് ലോക്കൽ സെമനല്ല. 7,000-8,000 രൂപ വില വരുന്ന സെമനാണ് കുത്തിവെച്ചിരിക്കുന്നത്. നല്ല പശുക്കുട്ടി, നല്ല നീളവും നല്ല ആരോഗ്യമുള്ള പശുക്കുട്ടികൾക്കും കിട്ടുക. അതായത് ലോക്കലായിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ കുത്തിവെക്കുന്ന ഒരു ലോക്കൽ പശുവിന് കുത്തിവെക്കുന്ന സെമനല്ല അതിൽ കുത്തിവെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ ഒരു ലൈനിൽ നിൽക്കുന്ന 3ാമത്തെ പശു മോഴപ്പശുവാണ് കേട്ടോ. അതിൽ നല്ല മടിസെറ്റൊക്കെ ആയിട്ടുണ്ട്. ഇതും HF ക്രോസ് തന്നെയാണ്. ഇത് നമ്മൾ 25 ലിറ്ററിന് മുകളിൽ ഒരു പാല് പ്രതീക്ഷിക്കുന്നത്. ഫസ്റ്റ് പ്രസവത്തിൽ 23 ലിറ്റർ പാല് കറന്നുണ്ട്. എന്നാലും ഇപ്പോൾ 25 ലിറ്റർ മേലെ കറക്കും പശു. നല്ല പശുവാണ്. നല്ല മടി, കാമ്പ്, സെറ്റ് കാര്യങ്ങൾ ഒരു കുഴപ്പമില്ല. വെറുതെ തൂങ്ങി നിൽക്കുന്ന മടി മാത്രമല്ല, അതിനനുസരിച്ച് പാലുണ്ട്. പാലുണ്ട്. നല്ല മടി സെറ്റാണ്. നല്ല റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിപ്പോൾ ഒരു 9 ദിവസം അല്ല, അതിന് മുന്നേ പ്രസവിക്കും തോന്നുന്നു അല്ലേ? അത് ഇപ്പോൾ ഇന്ന് നാളെ ആവും അത് പ്രസവം. അപ്പോൾ ഇതുപോലുള്ള പശുക്കളെ ആവശ്യമുള്ളവർ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോയിൽ തന്നെ നമ്പറെല്ലാം കൊടുത്തിട്ടുണ്ട്. വീഡിയോയിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആവശ്യക്കാർ പെട്ടെന്ന് തന്നെ വിളിക്കുക.
നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്താൽ ഉടനെ തന്നെ വീഡിയോ നമ്മൾ പബ്ലിഷ് ചെയ്യുന്നതാണ്, യൂട്യൂബിലും ഫേസ്ബുക്കിലും ഇടുന്നതാണ്. അപ്പോൾ അത് കണ്ടിട്ട് നിങ്ങൾ പെട്ടെന്ന് വിളിക്കുക. ഇതുപോലുള്ള നല്ല അടിപൊളി പശുക്കൾ, ഇപ്പോൾ ഒരുപക്ഷെ അത് നിങ്ങൾ വരുമ്പോൾ ഈ ഒരു പശു ഇല്ല എന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഇതുപോലുള്ള പശുക്കൾ ധാരാളമായിട്ട് ഫാമുകളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പശുക്കൾ ആവശ്യമുള്ളവർ വിളിച്ചാൽ മതി. പശു വാങ്ങിച്ചു തരുന്നത് മാക്സിമം നിങ്ങൾക്ക് റേറ്റ് കമ്മിയാക്കി നല്ല ക്വാളിറ്റിയുള്ള പശു, റേറ്റ് കമ്മിയായി ഒരുപാട് കമ്മിയായി വാങ്ങി തരുന്നുണ്ട്. ഇതേ കളറും ഇതേ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും പശു കാണാൻ. പക്ഷെ അതിൽ നിങ്ങൾക്ക് വിചാരിച്ച ആ വിലൻ്റെ ഒരു ഗുണം കിട്ടില്ല. നല്ല മാട് വേണമെങ്കിൽ നല്ല ന്യായമായ റേറ്റ് കൊടുത്ത് നല്ല ഒരു ക്വാളിറ്റിയുള്ള പശുക്കൾ ഞങ്ങൾ വാങ്ങിച്ചു തരും. ഇപ്പോൾ ഈ 3 പശുക്കൾ വേണമെങ്കിൽ ഞങ്ങൾ വീഡിയോ ഇട്ട് ഉടനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഈ 3 പശു നിങ്ങൾക്ക് നല്ല സഹായത്തിൽ കൊണ്ടുപോകുക. മറ്റൊരു HF ക്രോസ് പശുവാണ്. ഇത് 3ാമത്തെ പ്രസവമാണ്. 18 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. രണ്ടാമത്തെ പ്രസവത്തിൽ 18 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇത് 20 ലിറ്റർ പാല് കിട്ടും ഉറപ്പായിട്ടും. 3ാമത്തെ പ്രസവമാണ്. മാടിൻ്റെ വലിപ്പമോ അതായത് മാടിൻ്റെ നീളമോ വലിപ്പമോ കണ്ടിട്ട് പാല് കണക്കാക്കണ്ട. ചെറുമട്ടൻ മാടാണ്. എല്ലാവർക്കും കറക്കാൻ പറ്റുന്ന സ്ത്രീകൾക്കോ നമ്മുടെ വീട്ടാവശ്യത്തിന് കറക്കാൻ പറ്റുന്ന മാട് ചെറുമട്ടൻ മാടാണ്. പക്ഷേ പാലുണ്ട്. 18 ലിറ്റർ പാല് കിട്ടിയിട്ടുണ്ട് രണ്ടാമത്തെ പ്രസവത്തിൽ. ഇതിപ്പോൾ പ്രസവിക്കുന്നത് 3ാമത്തെ പ്രസവം, 1 ലിറ്റർ പാല് കിട്ടും. ഇതൊരു ജേഴ്സി പശുവാണ് നമ്മുടെ കയ്യിൽ. 2ാമത്തെ പ്രസവമാണ്. നല്ല ചെറുമട്ടൻ മാട്, നല്ല വീടുകൾക്ക് അത്യാവശ്യം വീടുകൾക്ക് നല്ലൊരു പാല് കിട്ടും. നല്ലൊരു വരുമാന മാർഗ്ഗമുള്ള പശുവാണ്. വിലയും കുറവാണ്. എന്നാലും 18 ലിറ്റർ പാല് കിട്ടും. 18 ലിറ്റർ പാല് കിട്ടും. എന്തായാലും 15 ലിറ്റർ പ്രതീക്ഷിക്കാം പാല്. കാമ്പും കാര്യങ്ങളും കറക്കാനും ഒക്കെ നല്ല ഗുണമുള്ള പശുവാണ്. ഇതിപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ ചെനയാണെന്ന് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി ഒരു വഴിയുണ്ട്. ഈ ചെനയുള്ള പശുവിൻ്റെ ഈ കണ്ണിന് ചുറ്റുപാടും ഈ കൺമശി ഇട്ട പോലെ കറുത്തിരിക്കും. പശു സിന്ധ് ക്രോസ് പശുവാണ്. പ്രസവിച്ച് 2 ദിവസമായി. 20 ലിറ്റർ പാല് പറയേണ്ട, എന്നാലും 18 ലിറ്റർ പാല് ഉറപ്പായും കിട്ടും. നല്ല പശു. 2ാമത്തെ പ്രസവം പ്രസവിച്ചിരിക്കുന്ന പശുക്കുട്ടിയാണ്, കറുത്ത കുട്ടി.